ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയില് തൃപ്പൂണിത്തുറയ്ക്ക് എല്ലാവർക്കും അറിയാം. തൃപ്പൂണിത്തുറയ്ക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത് മുളന്തുരുത്തി പിറവം റൂട്ട് എല്ലാവർക്കും അറിയാം. മുളന്തുരുത്തി പിറവം റൂട്ടില് ബസ് റൂട്ടിൽ നിന്നും വെറും 450 മീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലുള്ള ഭംഗിയുള്ള ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് സ്ഥിതി ചെയ്യുന്നത് മുളന്തുരുത്തി പിറവം റൂട്ടിലാണ്. ബസ് റൂട്ടിൽ വളരെ അടുത്താണ്. 450 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം കൂടി നോക്കാം. അപ്പോഴേക്ക് നിങ്ങൾ എലിവേഷൻ ഒന്നുകൂടെ കണ്ടോളൂ. മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് 1.2 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ചോറ്റാനിക്കര ടെമ്പിൾ നമുക്ക് വളരെ അടുത്താണ്. വെറും 4.5 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് പോകണമെങ്കിൽ 9 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്കാണെങ്കിൽ 17 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. നിങ്ങൾക്ക് ലുലു മാളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇടപ്പള്ളി ഭാഗത്തേക്ക് 21 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്താവുന്നതാണ്. എയർപോർട്ടിലേക്ക് 42 കിലോമീറ്റർ 1 അവർ കൊണ്ട് നമുക്ക് എത്താവുന്നതാണ്. 3 സെന്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടു. നമുക്ക് മതിലിൽ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് ഇവിടുത്തെ റോഡ് നോക്കാം. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കുവാണെങ്കിൽ ടാർ റോഡ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ റെസിഡൻഷ്യൽ ഏരിയ ആണ്. നമുക്ക് ബാക്ക് സൈഡിലും ഒക്കെ ആയിട്ട് വീടുകളുണ്ട്. ബാക്കി ഇത് പ്ലോട്ട് തിരിച്ചു നിറയെ എല്ലാവരും സ്ഥലം വാങ്ങിയിട്ടിരിക്കുകയാണ്. ഓരോരുത്തരായിട്ട് വീടുകൾ പണിയാനുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്കിപ്പോൾ താമസിക്കുന്നവർക്കും വീട് പർച്ചേസ് ചെയ്യുന്നവർക്കുമായിട്ട് തൊട്ടടുത്തൊക്കെ നൈബേഴ്സ് ഒക്കെ ധാരാളം ഉണ്ട്. ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഇവിടെ വീടുകളൊക്കെ പണി കഴിയുമ്പോൾ ഒരുപാട് നൈബേഴ്സിനെ കിട്ടുന്ന ഏരിയ കൂടിയാണ്. മതിൽ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ജാളി വർക്ക് വരുന്നുണ്ട്. ഒരു യു ഷേപ്പ് ഒക്കെ മതിലിൽ കൊടുത്തിട്ട് അതിനകത്ത് GA പൈപ്പിന്റെ ഭംഗിയുള്ള വർക്കുകളും ഡിസൈനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്പോട്ട് ലാമ്പും കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും മറ്റേ സൈഡ് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. കാർപോർച്ച് കാണാം. ഭംഗിയായിട്ട് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാണ് നല്ല രീതിയിൽ തന്നെയാണ് കാർപോർച്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ മിഡിൽ പോർഷനിലായിട്ട് നമുക്ക് 2 ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. ഭംഗിയുള്ള എലിവേഷനോട് കൂടിയിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കടന്നു വരുന്നത് കവേർഡ് ആയിട്ടുള്ള ഈ ഒരു കാർപോർച്ചിലേക്കാണ്. നമ്മുടെ ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നത് ഈ ഭാഗത്താണ്. EV വെഹിക്കിൾസിനുള്ള ചാർജിംഗ് പോയിന്റ് ഇവിടെ വരുന്നുണ്ട്. ഫ്ലോർ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഫ്രണ്ടിൽ തന്നെ നിങ്ങൾക്ക് കിണർ കാണാം. നമുക്ക് കിണറിന്റെ ആ കവർ ചെയ്യാനുള്ള ഒരു അടപ്പ് കൂടി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് അതുകൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ സ്ട്രെയിറ്റ് ആയിട്ട് കാറ് കയറ്റാവുന്നതാണ്. വെള്ളത്തിനുള്ള ഓപ്ഷൻ നോക്കുവാണെങ്കിൽ കിണറുണ്ട്. മറ്റൊരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് ഇവിടേക്ക് KWയുടെ കണക്ഷൻ പോയിട്ടുള്ളതാണ്. നമുക്ക് കണക്ഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. ഇവിടെയാണ് ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നത്. അതിന്റെ സൈഡിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ നമുക്ക് കടന്നു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നല്ല വിഡ്ത്തും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നടന്ന് നമ്മൾ നേരെ എന്റെ ആ ഒരു ഭാഗത്ത് എത്തുന്ന സമയത്ത് നമുക്ക് ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. വർക്ക് ഏരിയയുടെ സ്പേസ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. മുകളിലും സൈഡിലും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ഏരിയ സ്പേസ് ചെയ്തിരിക്കുന്നത്. അതിലൂടെ നമ്മൾ റൗണ്ട് ചെയ്ത് നമ്മളിപ്പോൾ എത്തുന്നത് വീടിലെ ഫേസ് ചെയ്ത് നിൽക്കുവാണെങ്കിൽ വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്കൂടെയാണ് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തും നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൂടെ നടന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് നമ്മുടെ രണ്ടാമത്തെ കാറ് പാർക്ക് ചെയ്യാവുന്ന സ്പേസിലേക്കാണ്. ഇപ്പൊ നിങ്ങൾക്ക് വീടിന്റെ ആ ഒരു സറൗണ്ടിങ് ഏരിയയെ കുറിച്ച് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ കാർ പാർക്കിങ്ങിന്റെ ഭാഗത്താണ് നിൽക്കുന്നത്. ഒന്നാമത്തെ കാറ് മെയിൻ പോർഷനും രണ്ടാമത്തെ കാർ ഇവിടെയും, അങ്ങനെ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് കിട്ടുന്നത്. റൂഫിൽ ഭംഗിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടും ബോർഡർ ലൈൻ നോക്കുവാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ്. ബാക്കിയുള്ള വൈറ്റ് കളർ കാണുന്നതെല്ലാം വൈറ്റ് കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു പില്ലർ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് ഗ്രേ കളറുള്ള ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ ഈ കാണുന്നതാണ്. സ്റ്റീലിലാണ്, സ്റ്റീൽ ഡോർ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡോർ ആണ്. നിങ്ങൾക്കറിയാം സ്റ്റീൽ ഡോർ നല്ല കോസ്റ്റ്ലിയുമാണ്, നല്ല സ്ട്രോങ് ആയിട്ടുമാണ്. 2 പാളിയിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്.
കിണറിന്റെ സോറി, നമുക്ക് മെയിൻ ഡോറിന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ, ദിശ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. കിഴക്ക് ഭാഗത്തേക്കാണ് വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. അതുപോലെ കിണർ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്, വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ഫ്ലോർ തന്നെ നമുക്ക് ആദ്യം നോക്കാം. വൈറ്റ് കളറിൽ ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്തായിട്ട് 4 വിൻഡോസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്ന ഈ റൗണ്ട് മറ്റൊന്നുമല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് കിണർ കവർ ചെയ്യാനുള്ള ആ ഒരു അതിന്റെ അടപ്പാണ്, ജസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇവിടെയായിട്ടാണ് നമുക്ക് ടി വി വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. ടിവിയുടെ ആ ഒരു പ്ലഗ് പോയിന്റ് വരാനും കേബിൾ വരാനുള്ള ലൈനെല്ലാം ഈ ഒരു ഭാഗത്താണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള ടി വി യൂണിറ്റ് അവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ബാക്കി ഒരു വിൻഡോ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്, മെയിൻ ഡോറിനോട് ചേർന്ന് തന്നെയാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കോർണർ സോഫ സെറ്റീസ് ഒക്കെ ഇടാനായിട്ട് ഏത് സൈഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നോർമലി കാണുന്ന വീടുകളുടെ ഡിസൈനുകൾ കുറച്ചൊരു വ്യത്യസ്തമായിട്ടാണ് ഇതിന്റെ ഒരു മോഡൽ വരുന്നത്. ലിവിംഗ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്തത് കാണാം. കുറച്ച് ഭംഗിയുള്ള ഡിസൈൻ ഒക്കെ ആയിട്ടാണ് സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള സ്റ്റെയർ കേസുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള അയൺ ബാറുകൾ ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വലിയ ഏരിയ. അവിടെ നമുക്ക് 4 വിൻഡോസ് ആണ് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ 8 പേരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാവുന്ന നല്ലൊരു വലിയ സ്പേസ് തന്നെയാണ് ഡൈനിങ് ഹാളിൽ കിട്ടുന്നത്. നിങ്ങൾ ലിവിംഗിന്റെ റൂഫ് കണ്ടില്ല, ലിവിംഗിന്റെയും ഡൈനിങ്ങിന്റെയും റൂഫ് ഒന്നിച്ചൊന്ന് കണ്ടോളൂ. നമുക്ക് ലിവിംഗ് ഹാളിന്റെ ആ ഒരു റൂഫ് നോക്കുവാണെങ്കിൽ ആവശ്യത്തിനുള്ള വർക്കുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടുള്ള LED സ്ട്രിപ്പുകളും LED ലാമ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. റൂമുകളിലൊക്കെ ഫാൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിവിംഗിൽ ഫാൻ കാണാം, നമുക്ക് ഡൈനിങ്ങിലും ഫാൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിവിംഗിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് വലിയൊരു പില്ലർ കാണാം. ആ പില്ലറിന്റെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇവിടെ ആയിട്ടാണ് വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ലിവിംഗിൽ നിൽക്കുമ്പോൾ ഈ ഒരു ഭാഗം കാണാൻ പറ്റില്ല, ഡൈനിങ്ങിലേക്ക് വരുമ്പോഴാണ് ഇത് കാണുന്നത്. ജെറയുടെയാണ് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. ഭംഗിയായിട്ടൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് വന്നിട്ടാണെങ്കിൽ നമുക്ക് നോക്കിയാൽ കാണാം, അവിടെ നമുക്ക് ഒരു ചെറിയ ലാമ്പും കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളറുള്ള മാർബിൾ ഗ്രാനൈറ്റിന്റെ പീസുമാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ റൂഫിലും സെയിം വർക്കുകളൊക്കെ തന്നെയാണ് വരുന്നത്. ആവശ്യത്തിന് മാത്രമുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഫാൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിവിംഗ് കണ്ടു, ഡൈനിങ് കണ്ടു, നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം കാണാനുണ്ട്. അതിനു മുമ്പ് നമുക്ക് നേരെ ഒന്ന് കിച്ചൺ കണ്ടിട്ട് വരാം. സ്ട്രേറ്റ് നമ്മൾ വരുമ്പോൾ ഇവിടുത്തെ കിച്ചണിലേക്കാണ്. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് നമുക്ക് കിച്ചണകത്ത് കിട്ടുന്നത്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വൈറ്റ് ആൻഡ് ബ്ലാക്ക്, ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അവിടെയായിട്ട് നമുക്ക് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. കിച്ചണിന്റെ സ്ലാബ് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളറിന്റെ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു ബേജ് ഷെയ്ഡിലാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ടാണ് ക്യാബിനറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു ഷെൽഫ് ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. കിച്ചണിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും അവിടെയും നമുക്ക് ഫാൻ ഇട്ടിട്ടുണ്ട്. വലിയ LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇറങ്ങുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. നമ്മളിപ്പം ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. മെയിൻ ഡോർ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് സ്റ്റീലിലാണ്. ഈ ഒരു ഡോർ വന്നിട്ട് ആഞ്ഞലി മഹാഗണിയിലൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡോറിന്റെ ഡിസൈൻ വന്നിട്ട് ഈ ഒരു മോഡലിലാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 11-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്ട്രേറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടുത്തെ വാർഡ്രോബ് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു വുഡൻ ഡിസൈൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ബാക്കിയുള്ള വിൻഡോസ് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ട് 2 വിൻഡോസും ഈ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നമുക്ക് ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലും ഫാൻ ഉണ്ട്, എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു റൂമിന്റെ സെപ്പറേറ്റ് ഒരു സ്പേസ് മാറിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ അവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് ഡ്രോസും ഒക്കെ കൊടുത്തിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഡോറിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ടൈലുകൾ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനിലാണ്. നമുക്ക് വോളിലൊക്കെ നോക്കുവാണെങ്കിൽ വൈറ്റിൽ ഒരു ചെറിയ ഡിസൈൻ വരുന്നുണ്ട്. ഫ്ലോർ വന്നിട്ട് ലൈറ്റ് ബ്ലൂയിഷ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലുമാണ് കൊടുത്തിരിക്കുന്നത്. വലിയ ബാത്റൂം തന്നെയാണ്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ട് ജെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് ലാൻഡിങ്ങിൽ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ഹോൾസ് കാണാം. അതിനകത്തൊക്കെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്.
അത് കൂടാതെ നിങ്ങൾക്ക് ഈ കാണുന്ന എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയാൽ കാണാം കംപ്ലീറ്റ് ആയിട്ട് ജാളി വർക്കാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ സ്ലൈഡ് ചെയ്യാവുന്ന ഒരു വിൻഡോയുമാണ് ഇവിടെ ഗ്ലാസ് വെച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ നേരെ മുകളിലേക്കാണ് പോകുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് അപ്പർ ലിവിംഗ് ഏരിയ കിട്ടുന്നത്. അപ്പർ ലിവിംഗ് ഏരിയ വലിയൊരു ഹാള് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് കാണാം സ്ക്വയർ ആയിട്ടുള്ള വലിയൊരു ഹാളാണ്. നേരെ കടന്നു വന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെയാണ് TV വെക്കാനായിട്ടുള്ള പ്ലഗ് പോയിന്റ് കാര്യങ്ങളെല്ലാം തന്നെ സ്വിച്ചസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസും കാണാൻ പറ്റുന്നുണ്ട്. എല്ലായിടത്തും പ്രോപ്പർ വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. റൂഫിൽ നോക്കിയാൽ ഫാൻ ഫിറ്റിംഗും വരുന്നുണ്ട്. മെയിൻ കോർണറുകളിലൊക്കെ ആയിട്ട് വലിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ താഴെ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകളും ഒരു യൂട്ടിലിറ്റി സ്പേസുമാണ് കാണാനുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂം ആണ് നമ്മൾ ഇനിയിപ്പോൾ കാണാൻ പോകുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 11-10 ഫീറ്റിലാണ് ഈ ഒരു റൂം ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗത്തായിട്ട് 2 വിൻഡോസും ഇവിടെ 2 സിംഗിൾ വിൻഡോസും കാണാൻ പറ്റുന്നുണ്ട്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതിനോടുകൂടി മിറർ കൂടി അറ്റാച്ച് ചെയ്തിട്ട് അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. വുഡൻ കളർ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഈ റൂമിൽ നമുക്ക് ഫാൻ ഫിറ്റിംഗ് വരുന്നുണ്ട്. അതുപോലെ മെയിൻ ആ ഒരു പോയിന്റുകളിലൊക്കെ വന്നിട്ട് വലിയ LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നല്ലൊരു ഡിസൈൻ ആണ് ഡോറിന് കൊടുത്തിരിക്കുന്നത്. ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്റ്റൈലിഷ് ആയിട്ട് തന്നെയാണ് ബാത്റൂമുകൾ രണ്ടും ചെയ്തിരിക്കുന്നത്. നമ്മൾ കണ്ട രണ്ടാമത്തെ ബാത്റൂമിലും വെറ്റ് ആൻഡ് ഡ്രൈ ഫെസിലിറ്റി കൊടുത്തിട്ട് തന്നെയാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം കഴിഞ്ഞ് വീണ്ടും നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസിൽ നിൽക്കുമ്പോൾ നമുക്കിനി ഇവിടെ കാണാൻ ബാക്കിയുള്ളത് മൂന്നാമത്തെ ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും ആണ്. നമ്മളിപ്പോ മൂന്നാമത്തെ ബെഡ്റൂം ആണ്, ഫൈനൽ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. 12.5-10 ആണ് ഇതിന്റെ സൈസ് വരുന്നത്. 12.5 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. കോർണർ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസും അടുപ്പിച്ച് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തൊരു സിംഗിൾ വിൻഡോയുമാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിലും ഇവിടെയും ഫാൻ ഫിറ്റിങ്ങും അതുപോലെ ആവശ്യത്തിനുള്ള LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. അതിന്റെ കൂടെ ഇവിടെ മിറർ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് മൂന്നാമത്തെയും ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ്. മൂന്നാമത്തെ ബാത്റൂമിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. 3 ബാത്റൂമുകൾ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ 3 ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞ് നമുക്ക് നാലാമതൊരു റൂം കൂടി ഇവിടെ ഉണ്ട്. ഇത് ആക്ച്വലി യൂട്ടിലിറ്റി അല്ല, ഞാനത് യൂട്ടിലിറ്റി ആണെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമുക്ക് ഒരു റൂം ആയിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്കായിട്ടുള്ള റൂമായിട്ടോ നമുക്ക് ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാൻ റീഡിംഗ് റൂമൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ടോട്ടൽ ഇപ്പൊ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ 4 റൂമുകൾ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് വെന്റിലേഷൻ വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ബാക്കിയുള്ള 2 വിൻഡോസും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫാൻ ഫെസിലിറ്റി അതുപോലെ തന്നെ LED ബൾബുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ടൊരു ചെറിയ റൂമായിട്ട് കുട്ടികൾക്കൊക്കെ ഇരുന്നുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ കൊടുക്കാവുന്ന ഒരു റൂമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോ ഇവിടെ ടോട്ടൽ 3 ബെഡ്റൂമുകൾ കൂടാതെ പ്ലസ് ഒരു റീഡിംഗ് റൂം കൂടെയാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. പക്ഷെ എന്നിട്ടും തീർന്നില്ല. വീണ്ടും നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുവാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സ്റ്റെപ്പ് ഇതേ മോഡൽ തന്നെയാണ് മുകളിലേക്കും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ആ വിൻഡോസ് ഒക്കെ നോക്കിയാൽ കാണാം ഭംഗിയായിട്ട് ഏറ്റവും മുകളിൽ ജാളി വർക്കും അതുപോലെ സൈഡിലൊക്കെ നോക്കിയാൽ കാണാം നിറയെ ഓപ്പണിങ്സ് കൊടുത്തിട്ട് അതിനകത്തൊക്കെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ വന്നിട്ട് നോക്കിയാൽ കാണാം ഭംഗിയായിട്ടൊരു ഹാങ്ങിങ് ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റിലും ചെറിയ LED ബൾബുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ ഈ ഒരു ആദ്യത്തെ ലാൻഡിങ്ങിൽ എത്തുമ്പോഴാണ് അവിടെ നമുക്കൊരു ജാളി വർക്കും അതുകൂടാതെ അതിന്റെ താഴെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ അവിടെയും നമുക്ക് ചെറിയൊരു ഓപ്പണിങ്ങും കിട്ടുന്നുണ്ട്. അതും ഭംഗിയായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറും കഴിഞ്ഞ് വീണ്ടും സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറി വരുന്ന സമയത്ത് ഇവിടെ എല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സ്റ്റെയർ കയറി വരുന്ന ലാസ്റ്റ് എൻഡ് വരെ കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി വന്ന ഈ ഒരു റൈറ്റ് സൈഡിൽ നമുക്കൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. വേസ്റ്റ് വാട്ടർ ലൈനും പ്ലഗ് പോയിന്റും എല്ലാം ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഇവിടെ നിന്നുള്ള ഈ ഒരു ഡോറ് നമ്മൾ തുറക്കുന്നത് ടെറസിലേക്കാണ്. ടെറസ് കംപ്ലീറ്റ് ആയിട്ട് ഡ്രസ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ ഓപ്പൺ ടെറസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ വീടുകളിൽ നമ്മൾ വീട് പർച്ചേസ് ചെയ്തതിനു ശേഷം നമ്മൾ വീട്ടിലെ ഡ്രസ് വർക്കുകൾ ചെയ്യണം. ഇവിടെ ഒരു വലിയ ഏരിയ തന്നെ നമുക്ക് ടെറസിനായിട്ട് കിട്ടുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് റൂഫിംഗ് ഡ്രസ് വർക്കുകൾ എല്ലാം ചെയ്തിട്ടാണ് വീട് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. താഴെ ഭാഗത്തൊക്കെ നമുക്ക് ആ ഒരു ചെറിയ ഒരു ഏരിയ ഒക്കെ നോക്കുവാണെങ്കിൽ കാണാം അതിനിടയിലൊക്കെ വെറുതെ ഇടാതെ അതിനിടയിൽ കൂടെ പോകുമ്പോഴും നമുക്ക് ജാല ഡിസൈനുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്.
ഈ ഒരു വീട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തി പിറവം റൂട്ടിലാണ്. നമുക്ക് ബസ് റൂട്ടിൽ നിന്നും വെറും 450 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഒരുപാട് സ്കൂളുകളുണ്ട്, ഹോസ്പിറ്റലുകൾ അടുത്തുണ്ട്. അതുകൂടാതെ നമുക്ക് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ആരാധനാലയങ്ങളും നമുക്കിവിടെ അടുത്തായിട്ടൊക്കെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഒരു വലിയ വില്ല പ്രൊജക്ട് ആണ്. ഒരുപാട് ലാൻഡുകൾ ഇനി അടുത്തായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്യൂച്ചറിൽ ഒരുപാട് വലിയ വില്ലകളൊക്കെ വരുന്ന, നിറയെ വില്ലകൾ വരുന്നത് വില്ല പ്രൊജക്ടിനകത്തായിരിക്കും നമ്മുടെ ഈ ഒരു വീട് കൂടി വരുന്നത്. ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 3 സെന്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളും അത് കൂടാതെ തന്നെ നമുക്ക് ഒരു അഡീഷണൽ ഒരു റൂമും കൂടെ ഇവിടെ കിട്ടുന്നുണ്ട്. 3 സെന്റ് ഓഫ് ലാൻഡിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകൾ കൂടാതെ അഡീഷണൽ ഒരു റൂം കൂടി, റീഡിംഗ് റൂം കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത് കൂടാതെ വാഷിംഗ് മെഷീൻ വയ്ക്കാനൊക്കെ സെപ്പറേറ്റ് ഒരു ഏരിയ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏരിയ കണ്ടാൽ അറിയാം, ടെറസ് ആണ്. കംപ്ലീറ്റ് ആയിട്ട് ട്രസ് വർക്കും ചെയ്തിട്ടുണ്ട്. വെള്ളത്തിനായിട്ട് കിണറുണ്ട്. മറ്റൊരു ഓപ്ഷൻ നമുക്ക് എടുക്കാവുന്നത് KWയുടെ വാട്ടർ ആണ്. നമുക്ക് 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. എല്ലാ സൗകര്യങ്ങളുമുള്ള ബസ് റൂട്ടിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 70 ലക്ഷം രൂപയാണ്. 70 ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി പർച്ചേസ് ചെയ്യുമ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ ഓണറുമായി സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നതായിരിക്കും. ലോൺ വ്യവസ്ഥയിൽ വീട് സ്വന്തമാക്കണമെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.